Hey guys, welcome back to my channel Bites and Cruise. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ വരുന്നത്. അതിൻ്റെ എല്ലാ സന്തോഷവും എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങി, നല്ല മഴ പെയ്തു. കഴിഞ്ഞ മാസമൊക്കെ ഹെവി റെയിൻഫോൾ ആയിരുന്നു. എല്ലാവരും സേഫ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്ളോഗോ ഒന്നുമല്ല, പക്ഷെ ഞാൻ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടും ഇനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഏകദേശം ഒരു 3 to 4 ഇയേഴ്സായി നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോസ് ആയിരുന്നു. അത് നല്ല സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഹെർബ് ലൈഫ് ന്യൂട്രീഷൻ്റെ ലേക്ക് വരുന്നതും അതിൻ്റെ വീഡിയോസ് ഒരുപാട് നിങ്ങൾ ചെയ്തു. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തു. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് ഹെർബ് ലൈഫ് ന്യൂട്രീഷൻ്റെ ക്ലയൻസ് ഉണ്ട്. സോ അത് ഒരു സൈഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മുടെ റോഡ് NH വീഡിയോസ്, ഒരുപാട് NH വീഡിയോസ് ചെയ്തു. അതിൽ നമുക്ക് ഒരുപാട് ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നോർമൽ വ്ളോഗേഴ്സ് ആയ ഞങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഏകദേശം കാസർഗോഡ് ചേർത്തുള്ള ഓൾമോസ്റ്റ് കുറേ വർക്കൊക്കെ, ഇനി കുറച്ച് വർക്ക്സ് അവിടെ ഇവിടേക്കൊക്കെ ബാക്കിയുണ്ട്. 70 to 80% വർക്ക്സ് മാത്രമേ പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിലും ഒരുപാട് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ട്രാവലിംഗ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അതിലേക്ക് ഒരു പോസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഒരു 2 or 3 വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവനിങ് വ്ളോഗ്, നമ്മളെ കാസർഗോഡ് ഈവനിങ് പോയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിലേക്കും ഒരു ബ്രേക്ക് വന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങളായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇതേ നമ്മുടെ ചാനലിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അതിനേക്കാളും മുന്നേ എന്നെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. സോ ഞാൻ ആക്ച്വലി കൊറോണനേക്കാളും മുന്നേ ഞാനൊരു ടീച്ചറായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ട്രെയിനറായിരുന്നു, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിരുന്നു. ഞാൻ ഒരുപാട് സ്കൂൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊറോണ വന്നപ്പോൾ അതിലേക്കൊരു ഗ്യാപ്പ് വന്നപ്പോൾ, കൊറോണ സമയത്താണ് കല്യാണം കഴിഞ്ഞതും ഞങ്ങൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ ഹെർബ് ലൈഫിലേക്ക് വന്നതും. അപ്പോൾ ഹെർബ് ലൈഫിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ട്രെയിനർ പ്രൊഫഷനിലേക്ക് ഒരു ബ്രേക്ക് വന്നു. പിന്നെ ഇത് ഞാൻ വീണ്ടും അതിലേക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് എനിക്ക് ഒട്ടും സമയം കിട്ടാതെയായി. ലൈക്ക് വീഡിയോസ് ചെയ്യാനാണെങ്കിലും ഹെർബ് ലൈഫിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയം എനിക്ക് കിട്ടാണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ച് വന്നു. ഞാനൊരു ട്രെയിനറായിട്ട് മാംഗ്ലൂരിൽ ഒരുപാട് കോളേജസിൽ ഒരു NGOൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1.5 years കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം പ്രസൻ്റ്ലി ഒരു മാംഗ്ലൂരിൽ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ വന്നത്. കാരണം നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി കാസർഗോഡ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കിവിടെ ഉള്ള കൂടുതലും സ്റ്റുഡൻസ് കാസർഗോഡ് നിന്നാണ് വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ അവർ സഫർ ചെയ്യുന്നത് അവരുടെ ലാംഗ്വേജ് ഇഷ്യൂസാണ്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷിൽ പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ അറിയായിരിക്കും, സംസാരിക്കാൻ അറിയായിരിക്കും, പക്ഷെ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഒരുപാട് സ്റ്റുഡൻസായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം അവർക്ക് മെയിൻ ഇഷ്യൂസ് വരുന്നത് അവർക്കൊരു കോൺഫിഡൻസ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള വീഡിയോസ് ഞാൻ കൂടുതലും സ്കിൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ റെസ്യൂമെ എങ്ങനെ ഉണ്ടാക്കണം, ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ബേസിക് കമ്മ്യൂണിക്കേഷൻ, ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കുറച്ച് വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇനി. അപ്പം അതിനും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. സോ ഒരു പ്ലേലിസ്റ്റ് ആയിട്ടായിരിക്കും ഞാനിത് വീഡിയോ ചെയ്യുക. അപ്പോൾ ഇത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, പഴയതുപോലെ നമ്മൾ ഫുഡ് ട്രാവലിംഗ് ഒക്കെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറേ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. സോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇനി മുന്നോട്ട് ഞാൻ കുറേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, ഇൻ കേസ് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക്
ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ പണ്ട് നിങ്ങൾ തന്ന അതേ സപ്പോർട്ട് എനിക്ക് വീണ്ടും വേണം. കാരണം നിങ്ങൾ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് വന്നത് ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അതേപോലെ ഒരു പുതിയ സന്തോഷം കൂടി ഞങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. അപ്പം ഒരുപാട് പേര് ഇടയ്ക്ക് ചോദിച്ചായിരുന്നു എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. അതൊന്നും വേറൊന്നും കൊണ്ടല്ല, കൺസീവിങ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം കൊറോണ സമയത്താണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതും. പിന്നെ ഓൾമോസ്റ്റ് 5 years ആയി. ഇപ്പം ഏപ്രിൽ ആകുമ്പോഴത്തേക്കും 5 years ആയി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ കൺസീവിങ് ആണ്. ഞങ്ങളല്ല, ഞാൻ കൺസീവിങ് ആണ്. അപ്പം ഇനിയിപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതെനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, അതേപോലെ എനിക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് നിങ്ങളെ ഞാൻ വീണ്ടും കാണുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.